ഇനി ഗിരിയേട്ടനെ കൊണ്ട് അവൾ അമ്മയ്ക്കെതിരെയും സംസാരിപ്പിക്കും. ഞാനിവിടെ എന്റെ മോള് ജയിലിലായതിന്റെ വിഷമത്തിലിരിക്കുമ്പോ തന്നെ വേണം നിനക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനല്ലേ? മഞ്ജു നിന്നോട് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. അതിഥിയാണെങ്കിൽ അതിഥിയെ പോലെ നടക്കണം. ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ വന്ന ഇപ്പൊ കിട്ടിയത് ഒരു സാമ്പിൾ മാത്രം. നല്ല കനത്തിൽ ഇനിയും കിട്ടും. തൊള്ളയ്ക്ക് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ട്. ഇവരെ സ്വാധീനിക്കുന്ന അത്ര എളുപ്പാവില്ല. സാരമില്ല, സ്വപ്നയുടെ വിഷയം പറഞ്ഞ് ഇവിടെ വഴക്കുകൾ എന്തായാലും ഉണ്ടാവും. നല്ലൊരു അവസരത്തിനായി കാത്തു നിന്നാ മാത്രം മതി. ആ തള്ളയും മഞ്ജുവിനെയും എന്നേക്കുമായി പിരിക്കാം. പിന്നെ അവളെ ഗിരിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എളുപ്പമായി. ഗിരി, എന്താടാ മോനെ ഒരു പരിചയമില്ലാത്ത പോലെ മുഖം തിരിച്ചു കളയുന്നത്? നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുള്ളതാടാ? എടോ, ഞാനിപ്പം വളരെ മോശം മാനസികാവസ്ഥയിലുള്ളത്. വെറുതെ എന്നെ ചൊറിയാൻ വരരുത്. നിനക്ക് മോശം മാനസികാവസ്ഥയാണെങ്കിൽ എല്ലാവരും ഈ വഴി നടക്കുന്നത് വേണ്ടാന്ന് നോക്കണോ? ഇത് പൊതുവഴിയല്ലേടാ, അല്ലാതെ നിന്റെ തറവാട് വക സ്വത്തൊന്നുമല്ലല്ലോ. അല്ല, എന്തു പറ്റി നിനക്കിപ്പോ ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താണ്? ഓ, മനസ്സിലായി. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിന്റെ പെങ്ങളെ മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയല്ലേ? കഷ്ടം. അവൾ ആദ്യമായിട്ടല്ലേ ജയിലിലേക്ക് പോകുന്നത്? വല്ലാത്തൊരവസ്ഥ തന്നെ. കൂടെ ഉള്ളവരെല്ലാം കണ്ണിച്ചോരയില്ലാത്ത കുറ്റവാളികളും. അവളുടെ കാര്യം കട്ട പുകയായിരിക്കുമല്ലോടാ. താനൊന്നും മിണ്ടാതെ പോടോ. നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഇതൊക്കെ വളർത്തുദോഷത്തിന്റെ പ്രശ്നമാടാ. തന്തയില്ലാതെ വളർന്ന പെങ്കൊച്ചല്ലേടാ. ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ കാണിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. സ്വപ്ന അത്രക്കാരിയല്ല. പിന്നെ അവള് ഗോപാൽജിയുടെ മരുമകളായ കഥയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കുറെ. പിന്നെ കല്യാണത്തിന് മുമ്പ് അവൾ അമ്മയായത് ദിവ്യാത്ഭുതം കാരണമൊന്നും അല്ലല്ലോ. നിർത്തോ. എന്താടാ സത്യം കേട്ടപ്പോ നിനക്ക് നാണക്കേട് തോന്നുന്നു? തോന്നണം. നിന്റെ പെങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയുള്ളതാണ്. അല്ലെങ്കിലും ഓരോരുത്തർ അവരവരുടെ ചോരയുടെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. ഇപ്പൊ തന്നെ നോക്ക്. ഉദാഹരണത്തിന് എന്റെ മകൾ എന്നെപ്പോലെ നല്ലൊരു പോലീസായി. സമൂഹത്തിൽ ഇപ്പോ അവക്ക് നല്ല നിലയും വിലയും ഒക്കെ ഉണ്ട്. അത് എന്റെ ഗുണം അവക്ക് കിട്ടിയതാണ്. നീ സ്വപ്നയുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. നിന്റെ അച്ഛൻ കള്ളവാറ്റുണ്ടാക്കിയതിന് അറസ്റ്റിലായവനാ. വർഷങ്ങൾക്ക് ശേഷം അവന്റെ മകൾ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി. സ്വാഭാവികം. അതും ചോരയുടെ ഗുണം കാണിക്കുന്നതാണേ. എന്റെ അച്ഛനെ കുറിച്ച് താൻ അനാവശ്യം പറഞ്ഞാലേ താൻ നേരെ നടന്ന് വീട്ടിലെത്തില്ല. ഞാൻ പറഞ്ഞതിൽ എന്താടാ തെറ്റുള്ളത്? നീയും നിന്റെ അച്ഛനെ പോലെ ഗോപാൽജിയുടെ വാലായിട്ട് നടന്ന് ഇപ്പോഴും കുറ്റകൃത്യങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. നാളെ നിനക്കും ഒരു മകൻ ഉണ്ടായാൽ അവൻ നിന്നെ പോലെ വളർന്ന് വലിയൊരു ഗുണ്ട തന്നെയാകും. സ്വപ്ന ജയിലിലായ സ്ഥിതിക്ക് ശങ്കരൻ ചെയ്തതുപോലെ അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ചുരുക്കം പറഞ്ഞ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത്രയ്ക്ക് ശപിക്കപ്പെട്ട ജന്മോടാ നീയൊക്കെ. നീയൊരു പഴയ പോലീസുകാരനെയാണ് തല്ലിയിട്ടുള്ളത്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാമോടാ? ആ സ്റ്റേഷനിലെ
ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ടായിരുന്നു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ അയാളെ ഇതുപോലെ തല്ലിയിട്ടുണ്ടായിരുന്നു. യൂണിഫോം ഇട്ട പോലീസുകാരനെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല. പിന്നെയാണ് അതിൽ നിന്നിറങ്ങിയ തന്നെ. എടോ, ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ കാരണം അവരെടുക്കുന്ന തീരുമാനങ്ങളാണ്. സ്വപ്ന എടുത്ത തെറ്റായ തീരുമാനങ്ങളാണ് അവളെ ജയിലിലേക്ക് എത്തിച്ചത്. അല്ലാതെ അത് ചോരയുടെ ഗുണമൊന്നുമല്ല. താൻ കൈക്കൂലി വാങ്ങുന്ന ഒരു വൃത്തികെട്ട പോലീസുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെയാ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയത്. താൻ പഠിപ്പിച്ചതും തന്നെ കണ്ട് പഠിച്ചതുമാ ആ അനിത പിന്തുടരുന്നത്. അതുകൊണ്ടാണോ അവളും ജോലിയോട് കൂറില്ലാത്തവളായത്. പക്ഷേ അവക്ക് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി സ്വയം തിരുത്താമായിരുന്നു. അത് ചെയ്യാത്തത് അവളുടെ തെറ്റാ. അതിന് താമസിക്കാതെ അവൾക്ക് അനുഭവിക്കേണ്ടി വരും. അത് താൻ കാണേണ്ടിയും വരും. അതായിരിക്കും തനിക്കുള്ള ശിക്ഷ. നീ തളരരുത് ബേബി. പിന്നെ വൈകാതെ ഞങ്ങൾ പുറത്തിറക്കും. വക്കീലിന് കേസിൽ നല്ല പ്രതീക്ഷ ഉണ്ടെന്നാ പറഞ്ഞത്. ജാമ്യം കിട്ടുന്നത് വരെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ ഇവിടെ അതുപോലെ ദ്രോഹിച്ചോണ്ടിരിക്കുക. പിന്നെ ദ്രോഹിക്കാൻ മാത്രം ധൈര്യം ആർക്കാ ഇവിടെ ഉള്ളേ? എനിക്കുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ ഈ ജയിലിൽ കഴിയേണ്ടി വന്നതിന്റെ ദേഷ്യം ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് ഇവള് വന്നതുകൊണ്ട് ആ ദേഷ്യം എല്ലാം തീർക്കാൻ ഒരാളെ കിട്ടി. ഇവരുടെ കാര്യം കട്ട പുകയാ. മേഡം, നിങ്ങളിത് കാണുന്നില്ലേ? എന്താ ഇത്? ചേച്ചി കുറച്ച് നേരത്തേക്ക് മാറി നിന്നു. ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. മേഡം, നിന്നോട് വിടാനാ പറഞ്ഞ. ഇതിനകത്ത് നീ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. നിനക്കൊറ്റയ്ക്ക് ഈ ജയിൽ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. നിന്റെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട്. ആരത്? അക്ഷര